താനൂർ കണ്ണന്തളിയിൽ സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടങ്ങളിൽ നിന്ന് മാലിന്യം പുറത്തേക്ക് ഒഴുക്കുന്നതായി പരാതി. മാലിന്യം ഒഴുക്കുന്നത് മൂലം പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ രോഗഭീഷണിയിലാണെന്നും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയതായും പ്രദേശവാസികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. താനൂർ കണ്ണന്തളിയിൽ സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടത്തിൽ നിന്നും ഇരുട്ടിന്റെ മറവിൽ കക്കൂസ് മാലിന്യമടക്കം പുറത്തേക്ക് തള്ളുന്നതായി പ്രദേശവാസികൾ പരാതിപ്പെട്ടു. കണ്ണന്തളി അങ്ങാടിയിലെ സഫ ഓഡിറ്റോറിയം, അതിന് തൊട്ടടുത്ത് സ്വകാര്യ വ്യക്തി പാടത്ത് മണ്ണിട്ട് തൂർത്ത് അനധികൃതമായി നിർമ്മിച്ച ഒരു വാടക കെട്ടിടം, ഒരു ക്വാർട്ടേഴ്സാണിത്. അത് അതിഥി തൊഴിലാളികൾ പാർപ്പിച്ചുകൊണ്ട് അതിൽ കക്കൂസിൻ്റെ സെപ്റ്റി ടാങ്ക് പോലും ഇല്ലാതെ അതിൻ്റെ കക്കൂസ് മാലിന്യങ്ങൾ തൊട്ടടുത്ത ഞങ്ങളുടെ പൊതുവായിട്ടുള്ള തോട്ടിലേക്കാണ് നിക്ഷേപിക്കുന്നത്. കിഴക്കേകത്ത് ഇസ്മായിൽ അദ്ദേഹം നിർമ്മിച്ച അനധികൃതമായ കെട്ടിടത്തിലാണ് ഇത്രയും ആളുകൾ പാർത്തിട്ട് ഈ വിസർജ്യ വസ്തുക്കൾ ഈ തോട്ടിലേക്ക് ഒഴുക്കുന്നത്. അത് ഈ താനൂർ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. മാലിന്യം പുറത്തേക്ക് തള്ളുന്നതിനാൽ സമീപവാസികൾ രോഗഭീഷണി നേരിടുകയാണെന്നും 56ലധികം കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നതെന്നും നിരവധി തവണ പരാതി നൽകിയാലും പരിഹാരമായില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഞങ്ങൾ നാളെ ഇതുവരെയായിട്ട് പ്രതികരിച്ചിട്ട് യാതൊരു തരത്തിലുള്ള മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഒരു പ്രതികരണം ഇല്ലാത്തതിനാണ് ഈ പത്രസമ്മേളനം വിളിക്കുന്നത്. ഇതിൻ്റെ ആവശ്യാർത്ഥം ഞങ്ങൾ ഇന്നലെയും നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും അതുപോലെ തന്നെ മുനിസിപ്പൽ സെക്രട്ടറിക്കും താനൂർ മുനിസിപ്പൽ സെക്രട്ടറിക്കും ഇതിൻ്റെ പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് കൂടാതെ തന്നെ ഇതിൻ്റെ പരാതി ഞങ്ങൾ ജില്ലാ കളക്ടർ മലപ്പുറത്തേക്കും മലിനീകരണ നിയന്ത്രണ ബോർഡ് മലപ്പുറത്തേക്കും വകുപ്പ് മന്ത്രിക്കും ഞങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത് സ്വകാര്യ വ്യക്തികൾ സഫ ഓഡിറ്റോറിയം അതുപോലെ തന്നെ ആ അനധികൃതമായി നിർമ്മിച്ച തികച്ചും നമ്പറില്ലാത്ത ആ കെട്ടിടത്തിൽ എൻ്റെ ഉടമയും കൂടി ഞങ്ങളുടെ ഈ പൊതുതോട് അൻക്രോച്ച്മെൻറ്റ് ചെയ്തു. അതായത് അനധികൃതമായിട്ട് കയ്യേറ്റം ചെയ്തിട്ട് ഈ തോട് 2 അടി പൈപ്പ് അതിലൂടെ ഇട്ടിട്ട് അതിൽ മെയിനോൾ ഒക്കെ ആക്കിയിട്ട് ആണ് ഈ വിസർജ്യ വസ്തുക്കൾ ഇതിലേക്ക് ഇടുന്നത്. ഇതിന് മുന്നേ പ്രതികരിച്ചപ്പോൾ അത് സേഫ്റ്റി ടാങ്കിൻ്റെ മെയിനോളിൻ്റെ മൂടിയൊക്കെ മാറ്റി അതിൽ അടപ്പിട്ടിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോൾ അവിടെ ഒരു ചെറിയ ഇരുട്ടിൻ്റെ മറവിൽ ഇപ്പോൾ ഇങ്ങനെ വിസർജ്യ വസ്തുക്കൾ തള്ളുകയാണ്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയതായും പ്രദേശവാസികൾ പറഞ്ഞു. ഈ ത്രിതല പഞ്ചായത്തിൽ നിന്നും ഒരു സംവിധാനങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഹെൽത്തിൽ നിന്ന് കുറേ ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ, ഹെൽത്തിൽ നിന്നും ആരും വന്നിട്ട് വേണ്ട രീതിയിൽ ക്വാർട്ടേഴ്സുകളോ അതുപോലെ തന്നെ അതിഥി തൊഴിലാളി താമസിക്കുന്ന ഒരു കെട്ടിടവും തന്നെ ഇതുവരെ പരിശോധിക്കുന്നില്ല. അവർ കടയിൽ കയറും ഫൈനിടുക എന്നല്ലാതെ വേറെ ഒരു ജോലി അവർക്കില്ല. അതാണ് ഇവിടുത്തെ നമ്മളെ ആകെയുള്ള പ്രശ്നം. അതുപോലെ തന്നെ ഞാൻ താനൂർ മുനിസിപ്പാലിറ്റി സെക്രട്ടറിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ ഈ സഫ ഓഡിറ്റോറിയത്തിൻ്റെ നേരെ മൂക്കിൻ്റെ തുമ്പത്താണ്, നേരെ നിയറസ്റ്റിലാണ് താനൂർ KSEB ഈസ്റ്റ്, കേരള ഇലക്ട്രിസിറ്റിയുടെ ഈസ്റ്റ് എന്ന് അവിടെ സ്ഥിതി ചെയ്യുന്നത്. KSEB അവിടെ സ്ഥിതി ചെയ്യുന്നത്. അതിലെ ഉദ്യോഗസ്ഥന്മാർ അതുപോലെ തന്നെ ജീവനക്കാർ ബഹുമാന്യനായിട്ടുള്ള അവരുടെ ആരോഗ്യനില നോക്കണ്ടേ? ഈ പാടത്ത് ഈ വിസർജ്യ വസ്തുക്കൾ തള്ളിയിട്ട് ഈ പൊതുജനങ്ങളായ ഞങ്ങളെ പരാതി അവർ സ്വീകരിക്കുന്നില്ല. കളത്തിൽ അഷ്റഫ്, പനയത്തിൽ അബ്ദുൽ ജലീൽ, ആലിങ്ങൽ ഷംസുദ്ദീൻ, KK പുരുഷോത്തമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.